5 വർഷം ജോലി ചെയ്തിട്ടും ശമ്പളമൊന്നും ലഭിക്കാതെ വന്നതിന്റെ മാനസിക വിഷമത്തിൽ ഒരു അധ്യാപിക ഇന്ന് ജീവനൊടുക്കിയിരിക്കുന്നു. കോഴിക്കോടാണ് സംഭവം. കോടഞ്ചേരി സെയിന്റ് ജോസഫ് സ്കൂൾ അധ്യാപികയായ കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയാണ് മരിച്ചത്. അലീനയുടെ വീട്ടിൽ നിന്ന് സമീർ സി മുഹമ്മദ് തുടരുന്നുണ്ട്. സമീർ, സംസ്ഥാനത്ത് പലയിടത്തും എയ്ഡഡ് അധ്യാപകരുടെ നിയമനം അത് സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കാതെ അവർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന സാഹചര്യം പലയിടത്തുമുണ്ട്. പക്ഷേ അവിടെയൊക്കെ സംവരണവുമായി ബന്ധപ്പെട്ട ചില നൂലാമാലകൾ, നിയമപ്രശ്നങ്ങളൊക്കെയാണ് വിലങ്ങുതടിയാവുന്നത് അവർക്ക് ശമ്പളം ലഭിക്കുന്നതിന്. പക്ഷേ ഇപ്പോൾ ഈ പിതാവിൻ്റെ വാക്കുകൾ അനുസരിച്ച് അലീനയുടെ കാര്യത്തിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത്. സ്കൂളും മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന ആളുമായി ഉണ്ടായിരുന്ന നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങളുടെ പുറത്താണ് ഈ യുവതിക്ക്, ഈ അധ്യാപികയ്ക്ക് ഇങ്ങനെ വലിയൊരു നീതി നിഷേധം നേരിടേണ്ടി വന്നത്, അല്ലേ? ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെയാണ് നേരത്തെ ഒരു ടെർമിനേഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപികയെ പുറത്താക്കുന്നു. ആ പോസ്റ്റിലേക്കാണ് അലീനയെ നിയമിച്ചത്. എന്നാൽ ആദ്യം ആ നിയമനത്തിന്റെ സമയത്തൊന്നും അക്കാര്യങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞില്ല. പിന്നീട് ശമ്പളം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴാണ് ഇത്തരമൊരു സംഭവമാണ് എന്നറിയുകയും പിന്നീട് ഈ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട അധ്യാപിക അതിന്റെ നിയമ നടപടിയുമായിട്ട് തുടരുകയാണ് എന്ന കാര്യവും അറിഞ്ഞത്. അതിനുശേഷവും ഈ പോസ്റ്റ് മാറ്റിത്തരണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. കുടുംബം ആവശ്യപ്പെടുന്നു. പക്ഷേ അതിനൊന്നും അനുകൂലമായ ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിന് ഏറ്റവും ഒടുവിലാണ് 5 വർഷമായി അധ്വാനിച്ചതിന്റെ ഒരു പൈസ പോലും ലഭ്യമായില്ല എന്നുള്ള വലിയ വിഷമത്തിൽ ഈ അധ്യാപിക ആത്മഹത്യ ചെയ്തു എന്ന കാര്യം കുടുംബം വ്യക്തമാക്കുന്നത്. നിറ കണ്ണുകളോടുകൂടിയാണ് പിതാവ് ബെന്നി നമ്മളോട് അക്കാര്യങ്ങൾ വിവരിക്കുന്നത്. പലപ്പോഴും ഇവിടുന്ന് പലരും കൊടുക്കുന്ന പൈസയുമായിട്ടാണ് ഇവിടുന്ന് വണ്ടിക്കൊക്കെ പോയിരുന്നത്, അല്ലേ? സഹായിക്കാനൊക്കെ പല ആളുകളും ഉണ്ടായിരുന്നു. ഒരു കർഷകനായ നിങ്ങളുടെ പരിമിതികളൊക്കെ പരമാവധി മറികടന്നുകൊണ്ട് തന്നെ മകളൊക്കെ നോക്കിയിരുന്നു. അതെ. ഈ ഏറ്റവും ഒടുവിൽ പോലും അവിടുന്ന് ഭാഗത്തുനിന്ന് പറയുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത്. അവർക്ക് അവരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് വിശദീകരിച്ചാൽ വീഴ്ച ഉണ്ടായത് വേണമെങ്കിൽ രേഖാമൂലം ഞാൻ തരാം. പക്ഷെ ഞാനൊരു പ്രതികാരത്തിനും അവരോടില്ല. കാരണം അവർ ശക്തരാണ്. എനിക്ക് ബാക്കിയുള്ള കുട്ടികളുടെ കാര്യം നോക്കി എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ച് പോയിക്കോളാം. ആരോടും പ്രതികാരത്തിനില്ല. അവർക്ക് ഒന്നിനുമില്ല. അലീന ജോയിൻ ചെയ്ത ശേഷവും അവിടെ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. അവർക്കൊക്കെ നേരെ കാര്യങ്ങൾ നടക്കുന്നു. ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെന്ന് പരിഗണിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ശമ്പളം ആവശ്യപ്പെടുമ്പോൾ അവരെന്ത് കാര്യമാണ് പറഞ്ഞത്? ശമ്പളം പറയുന്നത് അവർ ഈ ഓഫീസിലും ഡി ഓഫീസിലും പോയി ഫയലൊക്കെ പാസ്സായി വരണം. അവിടെ ചെല്ലുമ്പം പറയും കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് കടലാസ് തന്നിട്ടില്ല, സ്കൂളിൽ നിന്ന് കടലാസ് തന്നിട്ടില്ല, അങ്ങനെയുള്ള കാരണങ്ങളാണ്. ഞങ്ങൾക്കിപ്പം അവർക്കറിയാം. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും കൃത്യം അറിയത്തില്ലല്ലോ. സാധാരണക്കാരനും പോകുമ്പോൾ എങ്ങനെയാണ്? ഈ അലീനയ്ക്കുണ്ടായതുപോലെ ഇനിയൊരു മക്കൾക്കുണ്ടാവരുത്, ഒരു അധ്യാപികക്കും ഉണ്ടാകരുത് എന്ന ഒരാവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അതിൻ്റെ എന്തെങ്കിലും ഭാഗമായിട്ട് എന്തെങ്കിലും നടപടികളായിട്ട് മുന്നോട്ട് പോകുമോ? ഇല്ല, ഞാനൊന്നിനും ഒരു നടപടിക്കും മുന്നോട്ട് പോകുന്നില്ല. എനിക്ക് എൻ്റെ മാള് നഷ്ടപ്പെട്ടു. അതിന് പകരം വെക്കാനൊന്നും കിട്ടുന്നില്ല. ഞാനൊരു പ്രതികാരത്തിനും പോകുന്നില്ല. ആരും പ്രതികാരം ചെയ്താൽ എൻ്റെ മകൾക്ക് പകരമാകില്ല. നഷ്ടപ്പെട്ടത് തന്നെ. ഞാനെങ്കിലും സ്വസ്ഥമായി കൃഷിയൊക്കെ ചെയ്ത് ബാക്കിയുള്ള പിള്ളേരുടെ കാര്യം നോക്കി സമാധാനമായിട്ട് ഞാൻ ജീവിച്ചോളാം. ഞാൻ ആരും ഉപദ്രവിക്കാനും പോകുന്നില്ല. എന്നെ ആരും ഉപദ്രവിക്കാൻ വരാതിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ. ഞാൻ ഒന്നിനും പോകുന്നില്ല. സ്വസ്ഥവും സമാധാനമായിട്ട് ഞാൻ ജീവിച്ചോളാം. അലീന വലിയ നല്ലൊരു അധ്യാപികയാകണമെന്നൊക്കെ ഏറെ ആഗ്രഹിച്ച വ്യക്തിയാണ്. ഒരുപാട് മോഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു. പോയില്ലേ? നിമിഷം കൊണ്ട് ഇത് ചെയ്യാനാ? വലിയ വിഷമത്തിലാണ് ബെന്നി. ഒരു അച്ഛൻ എന്ന നിലയിൽ തന്നെ കൊണ്ടാവും വിധത്തിലെല്ലാം പഠിപ്പിച്ചു. ഒരു കർഷകനാണ് അദ്ദേഹം. ആ കർഷക കുടുംബത്തിൽ നിന്നുകൊണ്ട് പരമാവധി പഠിപ്പിച്ചു, ഒരു അധ്യാപികയാക്കി. പിന്നീട് നല്ല രീതിയിൽ എത്തും എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ, ആ മോഹങ്ങൾ എല്ലാം പൊലിഞ്ഞിരിക്കുന്നു. മകൾ തങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ആ വലിയ ദുഃഖത്തിലാണ് ഈ കുടുംബം ഉള്ളത്. ഈ സംഭവത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം ബെന്നി ആവർത്തിക്കുന്നുണ്ട്. ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ് ഈ വിഷയത്തിൻ്റെ ഈ സംഭവങ്ങൾക്കൊക്കെ ഇടയാക്കിയത് എന്ന് അവർ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സംഭവം ഇനി ആർക്കും ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം അവർ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ അതേസമയം തന്നെ ഇനി
എതിരാളികളൊക്കെ ശക്തരാണ്, അതുകൊണ്ട് നിയമ നടപടിയുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലെ അധ്യാപികയായിരുന്നു കട്ടിപ്പാറ വളവനാനിക്കൽ സ്വദേശിനിയായിട്ടുള്ള അലീന ബെന്നി. അവരാണ് ഇന്ന് 3 മണിയോടുകൂടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ രാവിലെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം ഇവിടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ പൊതുദർശനം ഉണ്ടാവും. തുടർന്നായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഗോകുൽ. ശരി, സമീർ സി മുഹമ്മദാണ് കട്ടിപ്പാറയിൽ നിന്ന് അലീനയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആ പിതാവിൻ്റെ വാക്കുകളിൽ കർഷകനായ മനുഷ്യൻ്റെ നിസ്സഹായത എത്രയുമുണ്ട്. കടം വാങ്ങിയ പണം കൊണ്ട് സ്കൂളിൽ പോയി ജോലി ചെയ്ത അധ്യാപികയാണ് അലീന ബെന്നി. പക്ഷേ 1 രൂപ പോലും ശമ്പളം ലഭിച്ചിരുന്നില്ല 5 വർഷമായി.